ഹലോ യൂട്യൂബ്, വെൽക്കം ടു സൈബർ ഹോട്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മുടെ സ്മാർട്ട് ഫോണിനകത്ത് 2 വാട്സപ്പ് ഉപയോഗിക്കാമെന്നാണ്. നിലവിൽ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിളായ എല്ലാ ഹാൻഡ്സെറ്റും ഡുവൽ സിം സപ്പോർട്ടഡാണ്. പക്ഷേ നമുക്കൊരു ഹാൻഡ്സെറ്റിനകത്ത് ഒരു വാട്സപ്പ് മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. സോ എങ്ങനെ നമുക്ക് 2 വാട്സപ്പ് ഉപയോഗിക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിനായി നിങ്ങളുടെ വെബ് ബ്രൗസറിൽ പോവുക. ഈ വീഡിയോയുടെ ഡെസ്ക്രിപ്ഷനിൽ താഴെ എൻ്റെ ബ്ലോഗ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. cyberhot.47.blogspot.in അതിലോട്ട് പോവുക. അവിടെ നിങ്ങൾക്ക് GB വാട്സപ്പ് എന്നാണ് ഈ വാട്സപ്പിൻ്റെ പേര്. അതിൻ്റെ വിശദമായ വിവരങ്ങളെല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം താഴെ നിങ്ങൾക്ക് കാണാം. നമ്മളിപ്പോൾ GB വാട്സപ്പ് അല്ലാതെ 2 വാട്സപ്പ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ പാരലൽ സ്പേസ് പോലുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അതിന് ഒരുപാട് ഡ്രോബാക്സ് ഉണ്ട്. ഉദാഹരണത്തിന് കൂടുതലായിട്ട് നിങ്ങളുടെ ബാറ്ററി കൂടുതലായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ നിങ്ങളുടെ മെമ്മറി കൂടുതലായിട്ട് ഉപയോഗിക്കും. സോ GB വാട്സപ്പിന് മറ്റുള്ള നമ്മുടെ സാധാരണ വാട്സപ്പിനേക്കാളും ഫീച്ചേഴ്സ് കൂടുതലാണ്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി താഴെ ലിങ്ക് ഉണ്ട്, അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് വേർഷനായ 2.16.57 തന്നെയാണ് ഈ വാട്സപ്പ് വേർഷനും. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ മീഡിയ ഫെയർ ലിങ്കിൽ നിന്നും. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഈ ഡൗൺലോഡ് ചെയ്ത ഫയൽ മാനേജർ പോയിട്ട് എടുക്കുക. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു കാര്യം ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ പോയിട്ട് സെക്യൂരിറ്റിയിൽ പോവുക. അവിടെ അൺനോൺ സോഴ്സ് എന്നുള്ളത് ഓൺ ആയണോ എന്ന് ഉറപ്പ് വരുത്തുക. അത് ഓൺ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് പ്ലേ സ്റ്റോറിന് പുറത്തുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കൂ. അതിനുശേഷം GB വാട്സപ്പ് .apkയിൽ പ്രസ് ചെയ്യുക, എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ പ്രൈമറി വാട്സപ്പ് നിങ്ങൾക്ക് GB വാട്സപ്പിലോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈമറി വാട്സപ്പിൽ പോയിട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ റീസ്റ്റോർ ചെയ്യാം. ഈ ആക്സസ് അലോ ഡെനി കാണിക്കുന്നത് എൻ്റെ OS ആൻഡ്രോയിഡ് മാഷ്മെൽ ആയതിനാലാണ്. സാധാരണ വാട്സപ്പ് രജിസ്ട്രേഷനെ പോലെ തന്നെ മൊബൈൽ നമ്പർ വെരിഫിക്കേഷൻ ചെയ്യുക. നിങ്ങൾ ആൻഡ്രോയിഡ് 6 ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോപ്പപ്സ് വരികയാണെന്നുണ്ടെങ്കിൽ അലോ പ്രസ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട് ആൻഡ്രോയിഡ് 6 യൂസേഴ്സിന്. ഞാനിത് സ്കിപ്പ് ചെയ്യാണ് ഇൻസ്റ്റാളേഷൻ പെട്ടെന്ന് തീർക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, പ്രസ് കണ്ടിന്യൂ. നെക്സ്റ്റിൽ പ്രസ് ചെയ്യുക. GB വാട്സപ്പിൻ്റെ ചേഞ്ച് ലോഗ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഉള്ള വേർഷൻ 4.55 2/6/2014 റിലീസ് ചെയ്തതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാം. സാധാരണ വാട്സപ്പിലുള്ള ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൂടെ തന്നെ GB വാട്സപ്പിൽ കൂടുതൽ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. എല്ലാം വിശദമായിട്ട് എൻ്റെ ബ്ലോഗിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇത് സംബന്ധിച്ചുള്ള ഇതിൻ്റെ എബോട്ടിൽ പോയി നോക്കാം. സെറ്റിങ്സിൽ പോയിട്ട്
നിങ്ങൾക്ക് കാണാം GB വാട്സപ്പ് 4.55. അതുപോലെ ആൻഡ്രോയിഡ് വേർഷനാണ് താഴെ കാണിക്കുന്നത്. ആൻഡ്രോയിഡ് വേർഷൻ 2.16. ഓക്കെ, ഒരുപാട് ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് ഇതിന്. നമുക്ക് ഇനി ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ പ്രൈമറി വാട്സപ്പിൽ നിന്നും സെക്കൻഡറി വാട്സപ്പിലോട്ട് മെസ്സേജ് ചെക്ക് ചെയ്ത് നോക്കാം. മെസ്സേജ് സെൻഡ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. സക്സസ്ഫുൾ ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് മെസ്സേജ് റിസീവ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇവിടെ എൻ്റെ നമ്പർ ഓൺലൈനാണ്, മറ്റേ നമ്പറും നിങ്ങൾക്ക് കാണാം. 2 വാട്സപ്പും ഇപ്പോൾ ഓൺലൈനാണ്. ഓക്കെ, എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ അത് വർക്ക് ആവുന്നുണ്ട്. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കൂടുതൽ ടിപ്സിനും ട്രിക്സിനും വേണ്ടിയിട്ട് താഴെ സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ബ്ലോഗിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.